നമസ്കാരം. ഇപ്പോൾ കേരളം മുഴുവൻ NH-66 ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു പരിപാടിയിലാണ്. അപ്പോൾ പലയിടത്തും തീരാറായി, പലയിടത്തും തീർന്നു, പലയിടത്ത് എങ്ങും എത്താതായി കിടപ്പുണ്ട്. അപ്പോൾ എല്ലായിടത്തും പല രീതിയിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയ ഒരു സ്ഥാപനം തൊട്ട് വലിയ വണ്ടികളും വലിയ സ്ഥാപനങ്ങൾ വരെ എല്ലാവരും അത് എഫക്റ്റഡ് ആണ്. അപ്പോൾ പണി കഴിയുന്നവരെ നമ്മൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റത്തുള്ളൂ. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം അണ്ടർപാസുകളിൽ വണ്ടികളുടെ അനധികൃതമായ പാർക്കിംഗ് പ്ലസ് അനധികൃതമായ ആൾക്കാരെ ഇറക്കുക കയറ്റുക ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കുറ്റപ്പെട്ടും കാര്യമില്ല, വേറെ നിവൃത്തിയില്ല, വേറെ എങ്ങും വിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ വലിയ ബസ്സുകൾക്ക് അങ്ങോട്ട് മാറ്റി വണ്ടി നിർത്തി ആൾക്കാരെ കയറ്റാനും ഇറക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതിനൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഒരു നല്ല ശതമാനം ആൾക്കാരും, നമുക്കറിയാം എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട് ജീവിതത്തിൽ, എല്ലാവർക്കും അതിൻ്റേതായ ധൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കാൻ. പക്ഷെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള വണ്ടി പോയാലേ ബാക്കിലത്തെ വണ്ടി പോകാൻ പറ്റത്തുള്ളൂ. അത് കണക്ക് തന്നെ ഒരു വരിയിലിരിക്കുന്ന സമയത്ത് വഴി തെറ്റിച്ച് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ പിന്നെ ബ്ലോക്കാക്കിയ ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അതിന് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഒരു KSRTC ബസ് നടു റോഡിൽ ആളിനെ ഇറക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഒരു വലിയൊരു ചെറിയൊരു ഓട്ടോ കണക്കുള്ളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറിയാണ്. അവരെ കുറ്റമല്ല. അപ്പോൾ ഞാനാണ് ആ അവസ്ഥയിലെങ്കിൽ എനിക്കിപ്പോൾ വേറെ ധൃതിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കും, അല്ലാന്നുണ്ടെങ്കിൽ കയറി വരും. ഇപ്പോൾ ബൈക്കുകാർ കയറി വരുന്നുണ്ടോ ഇത് കണക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ കുറ്റമല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ആർക്കും ഒരു ക്ഷമ എന്ന് പറയുന്ന സംഭവമില്ല. എല്ലാവരും ധൃതിയിൽ ഓടുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതൊക്കെ ഒരു അവസ്ഥയാണ്. വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇന്ന് കേരളത്തിൽ നല്ല ബുദ്ധിമുട്ടാണ്.